प्यारे बच्चों, नमस्ते। कैसे हैं? आशा करती हूँ सब सुरक्षित है। आज हम दूसरे इकाई का पहला पाठ पढ़ेंगे, जिस गली में मैं रहता हूँ। पाठ का नाम जिस गली में मैं रहता हूँ। ये एक डायरी है, माने प्रोक्ति तो डायरी है, मिर्जा गालिब की डायरी। मिर्जा गालिब उर्दू के महान शायर है। शायर माने कवि। उनका जन्म आगरा में हुआ। आप जानते हैं, भारत की पहली जनक्रांति 1857 में हुई, 1857। आज़ादी की इस लड़ाई में हजारों निर्दोष व्यक्तियों को अंग्रेजों ने मार डाला। अपनी आंखों से देखी बातें उन्होंने अपनी डायरी में लिखी है। वही है दस्तंबू। दस्तंबू डायरी का संग्रह है। दस्तंबू से लिया गया है प्रस्तुत पाठभाग। हिंदी साहित्य एवं पत्रकारिता में विख्यात डॉक्टर कैलाश नारद इस डायरी का अनुवादक है। मैंने हिंदी में अनुवाद किया है। मलयाളം में बताती हूँ। ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മിർസ ഗാലിബ് എന്ന ഉറുദു കവി എഴുതിയ ഡയറിയാണ് ജിസ് ഗലി മേ മേ രഹ്താ ഹൂം എന്ന ഈ പാഠം. ഹിന്ദി സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായ കൈലാഷ് നാരദ് ആണ് ഹിന്ദിയിലേക്ക് ഇതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്, തർജ്ജമ ചെയ്തിരിക്കുന്നത്. 1857 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഡൽഹിയിലുണ്ടായ ചില സംഭവങ്ങളാണ് മിർസ ഗാലിബ് തന്റെ ഡയറിക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഹം പാഠ് കി ഓർ ചലെ. ഏത് തെരുവിലാണോ ഞാൻ താമസിക്കുന്നത്, മനെ മിർസ ഗാലിബ് ജിസ് ഗലി में रहता है उस गली के बारे में यहाँ कहते हैं. अंग्रेजों ने दिल्ली में आते ही सीधे साधे लोगों को मारना शुरू कर दिया. अंग्रेजी ഇംഗ്ലീഷ്. അംഗ്രേസോനെ ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ ഡൽഹിയിൽ വന്നതും സീതേ സാദേ ലോഗോങ്കോ നിരപരാധിയായ ജനങ്ങളെ മാർന ശുരു കർ ദിയ, കൊല്ലാൻ തുടങ്ങി. ശുരു കർണ ആരംഭിക്കുക, ബിഗിൻ. ഉനോനെ ഗരീബോങ്കെ ഗർബി ജലാദിയെ, അവര് പാവപ്പെട്ടവരുടെ വീടും കത്തിച്ചു. ജൽന കത്തുക, ജലാന കത്തിക്കുക. മനെ അംഗ്രേസോനെ दिल्ली के गरीबों के घर भी जला दिए. गोरों के डर से दिल्ली वालों में भगदड़ मच गई. വെള്ളക്കാരെ ഭയന്ന് ഡൽഹി നിവാസികളിൽ പരിഭ്രാന്തരായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അപ്പിനി അപ്പിനി ജാൻ ബച്ചാക്കർ വേ ഭാഗ് നിക്കലെ, ഓരോരുത്തരും അവരവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടിയൊളിച്ചു. ഭാഗ് നിക്കലെ ഓടിപ്പോയി, ഓടിയൊളിച്ചു. ജിസ് ഗലി മേ രഹ്താ ഹൂം, ഏതൊരു തെരുവിലാണോ ഞാൻ, ഏതൊരു സ്ട്രീറ്റിലാണോ ഞാൻ താമസിക്കുന്നത്, മനെ ജിസ് ഗലി മേ മിർസ ഗാലിബ് രഹ്താ ഹേ വഹാം സിർഫ് 10-12 ഘർ തേ, അവിടെ 10-12 വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത, സ്ട്രീറ്റിൽ പ്രവേശിക്കാൻ, ഘുസ്ന പ്രവേശിക്കുക, സിർഫ് എന്ന് പറഞ്ഞാൽ മാത്രം, ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹാം കോയി കുവാ നഹീത്ത, അവിടെ ഒരു കിണറൊന്നും ഉണ്ടായിരുന്നില്ല. മനെ യഹാ ഉസ് ഗലി की विशेषता गली के बारे में बताते हैं. आगे देखिए. जो लोग भाग नहीं पाए उन लोगों ने, उन सब ने मिलकर गली का दरवाजा भीतर से बंद कर दिया. ആർക്കാണോ ഓടിപ്പോവാൻ പറ്റാത്തത്, ഭാഗ്ന ഓടുക, മിൽക്കർ കൂടിച്ചേർന്ന്, ദർവാസ വാതിൽ, വാതിൽ ഉള്ളിൽ നിന്നും അടച്ചു. ഓർ വഹാ പത്തർ രഖ്ദിയെ, അവിടെ ഒരു കല്ല് വെച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഘരോമേ ഖാനെ പീനേക്കാ ജിത്ന സാമാൻ താ, വീട്ടില് തിന്നാനും കുടിക്കാനും എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടായിരുന്നു. ധീരെ ധീരെ, മെല്ലെ മെല്ലെ, ഖത്തം ഹോനെ ലഗെ, സാരേ സാമാൻ ഖത്തം ഹുവേ, മനെ ഖത്തം ഹോനെ ലഗ. ഹോനെ ലഗ മീൻസ് അവസാനിക്കാൻ തുടങ്ങി. ഖത്തം ഹോന അവസാനിക്കുക, ലഗ്ന എന്ന് പറഞ്ഞാൽ തുടങ്ങുക.
പാനിക്ക് ബഡി ദിഖത്ത് തി, വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ലോഗ് ബഡി സാവധാനി സെ, ആഹിസ്ത ആഹിസ്ത, നമ്മൾ മെല്ലെ മെല്ലെ കുടിച്ചു, ശ്രദ്ധാപൂർവമാണ് അവർ വെള്ളം കുടിച്ചിരുന്നത്. ഉസ് പാനി കോ പീ രഹേ തെ, ലേക്കിൻ ആഖിർകാർ വേ ഘടെ ബി ഖാലി ഹോ ഗയേ, പക്ഷേ അവസാനം ആ വെള്ളവും തീർന്നുപോയി. ऐसे में അങ്ങനെ ഗലി മേ രഹനെ വാലെ 2 दिन और 2 रात, വെള്ളമൊക്കെ കാലി മെല്ലെ മെല്ലെ വെള്ളം കുടിച്ച് വെള്ളം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കായി അവർ 2 രാത്രിയും 2 പകലും ഭൂക്കെ പ്യാസെ സമയ കാടത്തെ രഹെ, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടാണ് ജീവിതം ചെലവഴിച്ചത്. രാത്രിയും പകലും ചെലവഴിച്ചത് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട്. അറ്റ് ലാസ്റ്റ് ലേക്കിൻ ജബ് പ്യാസ് ബർദാസ്ത് നഹി ഹുയി, പക്ഷേ ദാഹം സഹിക്കവയ്യാതായപ്പോൾ തോ പരേശാൻ ലോഗോനെ, വിവശരായ ജനങ്ങൾ ഗലി കാ ദർവാസ ഖോൽ ദിയ, വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ല, ഉള്ള വെള്ളം അല്പാൽപമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നു. അവസാനം ദാഹം സഹിക്കവയ്യാതായപ്പോൾ അവരെന്താക്കി, ആ അടച്ചിട്ട വാതില് തുറന്ന് വരട്ടെ വിചാരിച്ചു. വേ പാനിക്ക് തലാഷ്മേ, അവര് വെള്ളം അന്വേഷിച്ചുകൊണ്ട്, തലാഷ് കർണ അന്വേഷിക്കുക, തലാഷ് അന്വേഷണം, ബർത്തൻ ലേക്കർ പാത്രവും എടുത്തിട്ട് നിക്കൽ പടെ പുറത്തേക്ക് ഇറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് കഹി നഹി താ, കുറേയേറെ നടന്നെങ്കിലും അവർക്ക് വെള്ളമൊന്നും കണ്ടില്ല. കുറച്ചകലെയായിട്ട് എന്ത് കണ്ടു? ഷോര ബാരൂദ് ബനാനേക്ക് കാമയാത്താഹെ, കുറച്ച് ആൾക്കാർ വെടിമരുന്ന് നിർമ്മിക്കുന്ന ഒരു വെള്ളം കണ്ടു, വെടിമരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ കണ്ടു. ഉസേ ഷോരേക്ക പാനി अब जब आस पास मिला तो, ആ വെടിമരുന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ കിട്ടിയപ്പോൾ ഗലി വാലെ ഉസ് പാനി കോ ഘരോ മേ ലേ ആയ്, ആ വെള്ളം അവർ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകും. വൈസെ ജഹരീലെ പാനി കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബുझായി, അങ്ങനെ അവര് ആ വിഷമയമായ വെള്ളം കുടിച്ചിട്ടാണ് എന്താക്കിയത്, തന്റെ ദാഹം ശമിപ്പിച്ചത്. ഓ പാനി ഇത്തന കടുവ ഓർ ബദ്ബൂദാർത്ത, ആ വെള്ളം ഇത്രത്തോളം കയ്പുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. കി ലഗാ ജൈസെ പാനി നഹി മൗത്ത് പീ രഹേ ഹോ, അവർക്ക് തോന്നി ഇത് വെള്ളമല്ല കുടിക്കുന്നത്, മരണമാണ് കുടിക്കുന്നത്. എന്താണ് ഈ മരണമാണ് കുടിക്കുന്നത് എന്ന് പറയാൻ കാരണം? മൗത്ത്, മരണം. അതായത് വേ ജാനത്തെ ഹേ യേ തോ शोरा बारूद का पानी है और जहरीला है, बदबूदार है, बीमारी की संभावना है, फिर भी वे वो पानी पीते हैं. അതാണ് ഇവർക്കറിയാം, ദുർഗന്ധം വമിക്കുന്ന കയ്പുള്ള ഇത് വെടിമരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ്, മരണത്തിന് സാധ്യതയുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം കുടിക്കുകയായിരുന്നു. ഏക് ദിൻ ബർസാത്ത് ഹുയി, ഒരിക്കൽ മഴ പെയ്തു. ഖൂബ് പാനി ബർസ, നല്ലതുപോലെ പെയ്തു, നല്ല മഴയാ. ഹമ്മെ ഏക് ചാദർ ബാന്തലി, ഞങ്ങൾ ഒരു വിരിപ്പ് കെട്ടിയിട്ടു. എവിടെ? ഒരു കുടത്തിന് മീതെ വിരിപ്പ് കെട്ടിയിട്ട്, ഒരു കുടം അതിന് ഒരു വിരിപ്പ് കെട്ടിയിട്ട് അതിന് താഴെ ഒരു കുടം വെച്ചു. वो पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी, ആ വെള്ളമായിരുന്നു ആ സമയത്ത്, വക്ത് മീൻസ് സമയം, ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത്. അസലി മുസീബത്ത് 5 അക്ടോബർ 1857 को आई, 1857 പറയാ, 1857, 51, 51, 52, 53, 54 ആ രീതിയിൽ പോകും. യഥാർത്ഥ ബുദ്ധിമുട്ട് വന്നത് 1857 ഒക്ടോബർ 5-നാണ്. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർ മേ ഘുസ് ഗയേ, എപ്പോഴാണ് ആ മുസീബത്ത് ഉണ്ടായത്, ബുദ്ധിമുട്ടുണ്ടായത്? കുറച്ച് ഇംഗ്ലീഷുകാര്, വെള്ളക്കാര് ഞങ്ങളുടെ വീട്ടിൽ ഇടിച്ചു കയറുക, അനുവാദമില്ലാതെ അങ്ങ്, ഇപ്പൊ സെർച്ച് വാറണ്ടോ, ഞാൻ സെർച്ചിനൊക്കെ വരൂല, പോലീസ് തെരച്ചിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇടിച്ച് പ്രവേശിക്കുക, സമ്മതമില്ലാതെ പ്രവേശിക്കുക. ഉനോനെ മേരെ സാത്ത് മേരെ ദോനോ ബച്ചോ, എന്നോടൊപ്പം എൻ്റെ 2 മക്കളെയും അതുപോലെ തന്നെ വേലക്കാരെയും, മാത്രമല്ല കുച്ച് പഡോസിയും കൂപ്പി, ഞങ്ങളുടെ കുറച്ച് അയൽക്കാരെയും,
ഗിരഫ്താർ കർ ലിയ, അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ കർണ അറസ്റ്റ് ചെയ്യുക. വഹാം സെ കുച്ച് ദൂരി പർ, അവിടെ നിന്ന് കുറച്ചകലെയായിട്ട് കേണൽ ബ്രൗൺ നാം കാ ഏക് അംഗ്രേസ് അഫ്സർ താ, ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോയി കുറച്ച് അകലെയായിട്ട് ഒരു ഇംഗ്ലീഷുകാരനായ ഒരു ഓഫീസറുണ്ട്. ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? കേണൽ ബ്രൗൺ. ഗിരഫ്താർ കിയേ ഗയേ ലോഗ്, അറസ്റ്റ് ചെയ്യപ്പെട്ട ജനങ്ങളെ ഓരോരുത്തരെയായിട്ട് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേഷ് കിയേ ഗയേ ജാ രഹേ തെ. പേഷ് കിയേ ജാ രഹേ തെ കിസ്കെ സാമനെ? കേണൽ ബ്രൗൺ കെ സാമനെ. ആരുടെ മുമ്പിലാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോരുത്തരെയായിട്ട് കേണൽ ബ്രൗണിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. പേഷ് കർണ, ഹാജരാക്കുക. ബ്രൗൺ कैसा लगता था? ബ്രൗൺ കാ ചെഹറ സുർക്ക് താ, ബ്രൗണിന്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു? മുഖം സുർക്ക്, സുർക്ക് എന്ന് പറഞ്ഞാലും ചുവപ്പ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. സുർക്ക് താ. ആംഖേം ബി ലാൽ ലാൽ തീ, കണ്ണുകളും ചുവന്ന നിറത്തിലാണ്. ഉസ്കി ഊഞ്ചായി 6 ഫുട്ട് സെ ബി ജ്യാദാ തി, 6 അടിയിലും ഉയരം വരുന്ന നീളം. ഉസ്നെ മുജ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു. കിസ്നെ? കേണൽ ബ്രൗൺ ने मिर्जा गालिब से पूछा, आप क्या करते हैं? व्हाट आर यू डूइंग? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? मैंने कहा, I replied, ഉറുദു में കവിത लिखता हूँ, ഞാൻ ഉറുദുവിൽ കവിത രചിക്കുന്നു. ഉറുദു ഭാഷയിൽ കവിത രചിക്കുന്നു. तो तुम पोएट हो? ഓ, നിങ്ങൾ പോയറ്റാണോ? ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു. मैंने सिर हिलाकर, ഞാനൊന്ന് തല ഇളക്കിയിട്ട് തലയാട്ടിയിട്ട് ഹാമി ഭരി, അതെ എന്ന നിലയിൽ, അതെ എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് തലയാട്ടി. മേരെ ജവാബ് സെ ബ്രൗൺ കോ ഖുഷി ഹുയി, എന്റെ ഉത്തരത്തില് ബ്രൗണിന് വളരെ ഏറെ സന്തോഷമുണ്ടായി. അങ്ങനെ അദ്ദേഹം, ബ്രൗണ് കവിതയെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് അദ്ദേഹം എന്താക്കി, ഇവരെ വിട്ടു. അദ്ദേഹത്തിന് സന്തോഷമുള്ളതാണ് നമുക്ക് കാണുന്നത്. സന്തോഷമുണ്ടായി. ഉസ്നെ അപ്നെ സിപ്പാഹിയോങ്കോ ഹുക്കം ദിയ, അദ്ദേഹം തന്റെ പടയാളികൾക്ക് ആജ്ഞ നൽകി, ആജ്ഞാപിച്ചു. ഹുക്കം ദേന, ആജ്ഞാപിക്കുക. ഹുക്കം ദിയ, ആജ്ഞാപിച്ചു. ഇൻകോ, കിൻകോ? മിർസ ഗാലിബ് കോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപസ് ചോടാ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ആദരവ്, റെസ്പെക്ട്. റെസ്പെക്റ്റോടുകൂടി വീട്ടിലെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ആജ്ഞാപിച്ചു. മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയ, നമ്മളൊക്കെ ആണെങ്കിൽ ഓ രക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും അല്ലെ. പക്ഷെ ഇവിടെ മിർസ ഗാലിബ് എന്താ ചെയ്തത്? മിർസ ഗാലിബിനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയ, അപേക്ഷിച്ചു. എന്തെന്ന്? മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ പഡോസി ബഹദ് സീതേ സാദേ ലോഗ് ഹെ, എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ അയൽക്കാരും വളരെ നിരപരാധിയായ ജനങ്ങളാണ്. ഉനെ ഭി റിഹാക്കർ ദിയേ ജായ്, അവരെയും മോചിപ്പിച്ചാലും. റിഹാക്കർദേന, മോചിപ്പിക്കുക. ഏ ലോഗ് ഭി കവിത കർത്തേ, ഇവരും എന്താക്കുന്നുണ്ട്? കവിത രചിക്കുന്നവരാണ്, കവികളാണ്. മേനെ കഹ, ഞാൻ പറഞ്ഞു. കേണലിനെ ഉൻകോ ഭി ഗർ ജാനെ കി ഇജാസത്ത് ദേ ദി, കേണൽ എന്ത് ചെയ്തു? ആ ഓഫീസർ അവരെയും, മനെ മിർസ ഗാലിബ് और उनके पड़ोसियों को भी, मने उनके साथ जिन लोगों को गिरफ्तार किए गए थे उन सब को रिहा कर दिया गए, അവരെ എല്ലാവരെയും മോചിപ്പിച്ചു. इस तरह कविता के कारण उस रोज करीब 50 आदमियों की जानें बच गई. ഇപ്രകാരം കവിത രചിക്കുന്നു അല്ലെങ്കിൽ കവികളായതിന്റെ പേരില് ഏകദേശം, കരീബ് മീൻസ് ഏകദേശം 50 ആൾക്കാർ, 50 മനുഷ്യരാണ് എന്താക്കിയത്? രക്ഷപ്പെട്ടത്. यहाँ तक एक बार पढ़िए आप लोग अच्छी तरह से.